നിന്നെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല, നിന്നെ എനിക്ക് വേണം, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഇത് ഒരു 16, 17, 18 വയസ്സ്, മീശ കുരുത്തിട്ടില്ല. എത്ര ഏജ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, അത്രേ കാണത്തോളം തോന്നുന്നു. ചെറിയ കുട്ടികളോടാണ് പിക്കെല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യിക്കുന്നത്. ആ ഒരു ചെക്കൻ എന്നോട് ഈ ഒരു 2-3 ആഴ്ചയായിട്ട് പറയുന്ന സംഭവമാണ്. എവിടെ കല്യാണത്തിൻ്റെ പിക്കുകളൊക്കെ ഉണ്ടോ ആ പിക്കുകളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇവൻ സംസാരിക്കും. ആ പെണ്ണിൻ്റെ നേർക്ക് എൻ്റെ പേര് ഇങ്ങനെ അടിച്ച് വെച്ചേക്കും, മഞ്ജുഷ എന്ന് അടിച്ച് വെച്ചിട്ട് ഈ ചെക്കൻ ഇത് തന്നെയാണങ്ങ് പറച്ചിൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്നത് നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, നിന്നെ എനിക്ക് വേണം, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. എന്തോ കാര്യത്തിന് അവൻ എന്നെ വേണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെസ്സേജുകൾ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. ചിലപ്പം നിങ്ങളൊക്കെ പറയും ഞാൻ ചുമ്മാ പറയുമെന്ന്. ഞാൻ എല്ലാത്തിനും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കും. അപ്പം എന്നെ കണ്ടാലേ അറിയാം അവൻ്റെ അമ്മയുടെ ഏജ് കാണും. എൻ്റെ മക്കൾ പോലും അവനെയൊക്കെ വലുതാണ്. അപ്പം എന്താണ് പറയുന്നത്, ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണ് അവൻ എന്നോട്, കാരണം ഞാൻ ഇത് ഇൻസ്റ്റയിലെ സംഭവമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടിയിടുന്ന ഒരാളല്ലേ. അപ്പം ഒരു കാരണവശാലും ഈ പ്രേമത്തിൻ്റെയോ അല്ലെങ്കിൽ ചുമ്മാതെ ഉള്ള ഒരാൾക്ക് എന്നോട് ലവോ പ്രേമോ ഒക്കെ തോന്നുന്ന രീതിയിൽ ഉള്ള ഒന്നും തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പം എന്നെ കോമാളിയായിട്ട് കാണിയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ആളായിട്ട് കാണാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. കമൻറ്റ് വന്നാലും അങ്ങനത്തുള്ള കമൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കളിയാക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കളിയാക്കി എന്തെങ്കിലും ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് വന്നേക്കുക, കുടിക്കുവാണെങ്കിൽ വയറ്റി കിടക്കണം, കുടിച്ചിട്ട് വന്നിരുന്ന് ഇങ്ങനെ പാടരുത് എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. എനിക്ക് ഒരുപാട് കമൻറ്റുണ്ട്. അപ്പോൾ ഞാനിത് എന്താണ് ഈ ഒരു സംഭവമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെക്കൻ ഫുള്ള് എൻ്റെ കമൻറ്റ് ബോക്സിലായാലും എൻ്റെ മെസ്സേജ് ബോക്സിലായാലും 100 കണക്കിന് 1000 കണക്കിന് ഐ ലവ് യു ആണ്, ഫുൾ ഐ ലവ് യു ആണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എന്ത് കാര്യത്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു നോട്ടത്തിൽ കണ്ടില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴേ ഹെഡ്ലൈറ്റ് പോലെ എൻ്റെ ഈ കുങ്കുമം കാണണം, ഞാൻ കല്യാണം കഴിച്ചൊരു സ്ത്രീയാണ്, മെച്ചൂർഡായ സ്ത്രീയാണ് എന്നൊക്കെ വിചാരിച്ച് എന്നോട് റെസ്പെക്റ്റോട് സംസാരിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ തന്നെ വരുന്നത്. പല ആൾക്കാരും പറയും ഇങ്ങനെ കുങ്കുമം വാരിയിടരുതെന്ന്. ചില കല്യാണം കഴിച്ചവരാണ് താലിയും ഒന്നും ഇടത്തില്ല, അവർ കല്യാണം കഴിക്കാത്ത ആളെ പോലെ പബ്ലിക്കിൽ ഇങ്ങനെ കാണിക്കണമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം ഞാൻ ഇത് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ മാതാപിതാക്കളോടാണ്. ഈ ഒരു 16, 18 വയസ്സുള്ള കുട്ടികൾ, ഇനി എൻ്റെ കുട്ടികൾ അങ്ങനെയൊക്കെയാണോ എന്ന് അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഉണ്ടാവത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത്. മുതിർന്ന സ്ത്രീകളോട് റെസ്പെക്റ്റോട് സംസാരിക്കണമെന്നൊക്കെയാണ്. എൻ്റെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്തേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ കുറുമ്പുകാരാണ് രണ്ടുപേരും. അവരുടെ കൂട്ടുകാരോട് കുറുമ്പ് കാണിച്ച് അങ്ങനെയുള്ള കുറുമ്പാണ്. അപ്പം എന്താണ് പറയുന്നത്, നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കുട്ടികൾക്കൊക്കെ എന്താണ് പ്രശ്നമെന്ന്. ഈ മീശ പോലും കുറുക്കാത്ത ഈ ഒരു ചെക്കന് ഇങ്ങനത്തുള്ള എന്നോട് ഇങ്ങനെ ഒരു ആകർഷണം വന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞു. അവൻ പറയുന്നത് പ്രേമ നിർഭരമായിട്ട് എല്ലാത്തിനകത്തും എഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവൻ്റെ സൗണ്ടാണ്, ഇവൻ്റെ പേരും എൻ്റെ പേരും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കും. ഇത് വളരെ ചെറിയ കുട്ടിയുടെ എന്തെങ്കിലും വെച്ചാൽ പോരെ ഇവന്. എൻ്റെ പേരും വെക്കുക. അതിനകത്ത് സൗണ്ടൊക്കെ നല്ല സൗണ്ടാണ്, നല്ല ഗംഭീരമായിട്ടുള്ള സൗണ്ട്. എന്നിട്ട് ഇത് തന്നെ പറയുക. ഞാനിത് കണ്ടില്ലെങ്കിൽ ചെക്കൻ പിന്നെ പറഞ്ഞു അതൊന്ന് സൂക്ഷിച്ച് നോക്കണേ, അതൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് ഇങ്ങോട്ട് പിന്നെയും അത് ചൂണ്ടിക്കാണിച്ച് മെസ്സേജ് അയക്കും. ഞാനിതെല്ലാം കാണും. നിങ്ങളൊക്കെ വിചാരിക്കും നിങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നതിനെയൊക്കെ നല്ലത് ഇവനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോരെ എന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത വരും. ബ്ലോക്ക് ചെയ്യാം. ഞാൻ അവനോട് ഒന്നും സംസാരിക്കാറില്ല, ഞാൻ സീൻ ചെയ്യുന്നത് മാത്രമേ അവൻ കാണാറുള്ളൂ. അപ്പം അപ്പോഴവനിങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എന്നിട്ട് ഈ അതിശയത്തിൻ്റെ സിമ്പലെല്ലാം അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അവൻ എന്താണ് പറയുന്നത്, എന്താണ് ഇവൻ്റെ മൈൻഡ്, നമുക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പല ആൾക്കാരെ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം ബ്ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പലതും കാണാൻ പറ്റത്തില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തുള്ള കുട്ടികളല്ലേ ഈ ഏജിലുള്ളവർക്ക് ഇങ്ങനത്തുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു മുതിർന്ന സ്ത്രീയോട് ഇങ്ങനെ എത്രമാത്രം തോന്നാനായിട്ട് അത് എന്നെ പോലുള്ള ആൾക്കാർ. കാരണം ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ പകുതി തുണിയില്ലാതെയും പിന്നെ ചുണ്ട് വെച്ച് ഇങ്ങനെ കാണിക്കുന്നവരൊക്കെയാണോ ഉള്ളത്. അപ്പം അവരോട് അടുത്തോട്ട് പോവാതെ സാധാരണ ഞാനിപ്പം കുറച്ചും കൂടെ ഒരു മുഖം മാത്രം വെളിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്നോട് ഇങ്ങനെ വന്ന്, ഞാനാണെങ്കിൽ പ്രേമത്തിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അത്രയ്ക്കും പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതല്ലാതെ ഞാൻ ഒരാൾക്ക് ആകർഷണം തോന്നുന്ന രീതിയിലൊന്നും ചെയ്യാത്തൊരു വ്യക്തി എന്നുള്ള ഒരു ധൈര്യം, ഒരു അഭിമാനമൊക്കെ എനിക്കുണ്ട്.
അപ്പം ഇങ്ങനെ വന്ന് പറയുന്നത് പിന്നെ ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട്. പക്ഷേ ഇവൻ ഇച്ചിരി കൂടുതലായിപ്പോയി, കൂടിപ്പോയി. കല്യാണം കഴിക്കുന്ന അപ്പോൾ ഈ കല്യാണം കഴിച്ചവരുടെ എല്ലാവരുടെയും എടുത്ത് അയച്ചു തരുക, അവരെ കുറി വെച്ച് അതിനെ ഇങ്ങനെ പറയുക, എന്നെ വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനില്ലാതെ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ നീയാണ് എനിക്ക്. അത് എന്നെ എടീന്ന് വരെ വിളിക്കുന്നത്, അതാണ് എനിക്ക് അതിശയം. എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ വിളിക്കാറില്ല എടീന്ന്. എനിക്ക് എടീന്നൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ കൂട്ടുകാരല്ലാതെ, എൻ്റെ പെണ്ണുങ്ങളില്ലേ ലേഡീസ് കൂട്ടുകാരല്ലാതെ, ഞാൻ സ്കൂളിൽ പഠിച്ചവർ, ഇപ്പോഴത്തുള്ള കൂട്ടുകാരൊന്നും അല്ല, സ്കൂളിൽ പഠിച്ചവർ അന്ന് തൊട്ട് എടി പൊടിയെന്ന് വിളിച്ച് അവരല്ലാതെ വേറെ ഇന്നതുള്ള ഫ്രണ്ട് കൂടി എന്നെ അങ്ങനെ വിളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കാറില്ല, എനിക്കിഷ്ടമല്ല. അപ്പം ഈ ചെക്കൻ എടി നീ ഇല്ലാതെ ഞാൻ അതെങ്ങനെയാണ് ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി വരുന്ന എനിക്ക്. എങ്ങനെ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടി നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാടി ജീവിക്കുന്നത്? നിന്നെ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കണം. നിന്റെ പാട്ടും നിന്റെ ആക്ഷനും ഒക്കെ കണ്ടപ്പം എനിക്ക് എന്തോന്ന് പറയാൻ പറ്റത്തില്ലടി. നീ എന്താടി എന്നോട് മിണ്ടാത്തെ? നിന്നെ ആർക്കും വേണ്ടെങ്കിലും എനിക്ക് വേണോടി. നീ എനിക്ക് സ്വന്തമായിട്ട് വേണോടി. എൻ്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ ആലോചിക്കുന്ന ഇതല്ല, എന്നെ ആർക്കും വേണ്ടാന്ന് ഇവനെന്താണ് ഇങ്ങനെ പറയുന്നത്? കാരണം തോന്നുന്നു എനിക്ക് അത് മാത്രമാണ് മനസ്സിലാവാത്തത്. എന്നെ ആർക്കും വേണ്ടാന്ന് എന്ത് സംഭവമാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്നെ ആർക്കും വേണ്ട, ഞാൻ അനാഥയാണ്, ഞാൻ ഒറ്റപ്പെട്ടവളാണ്, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ലെന്ന് പബ്ലിക്കിൽ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വീട്ടിലെ എൻ്റെ കുടുംബക്കാരെല്ലാം എന്നെ അവിടെ അത്രയ്ക്ക് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇങ്ങനത്തുള്ള കാര്യം എൻ്റെ കുടുംബത്തിൽ, കാരണം എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും നല്ല ഒരു ഹസ്ബൻഡിനെയും നല്ല 2 ആൺകുട്ടികളെയും, പിന്നെ ആൺകുട്ടി എന്ന് എടുത്തു പറഞ്ഞതിനൊന്നും തോന്നരുത്, അപ്പം കുട്ടികളെയും പിന്നെ അതിൽ ജീവിക്കാനുള്ള ചുറ്റുപാടും എല്ലാം തന്നിട്ടുള്ളൊരു ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഡയലോഗുകൾ ഞാനിത് നിങ്ങളോട് വന്ന് പറയുമ്പം എനിക്കൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഒക്കെ ഒന്ന് ചിന്തിക്കാൻ ഒരു അവസരമാണ്. കാരണം എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് വരുന്ന ഒരു ലവ് മെസ്സേജാണത്. അത് മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവനൊരു 10ാം ക്ലാസ്സിൽ എന്തോരം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കൂടെയുള്ള കുട്ടികൾ മുഴുവനും ചെറുതാണ്, ഇവനും അവരുടെ കൂട്ടത്തിലാണോ ഉള്ളത്. അപ്പം ഒത്തിരി പിക്കുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പിക്കുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ ചെക്കൻ എന്നോട് ഇങ്ങനെ ഇത്രയ്ക്ക് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള കാരണം? ഇനി എന്നോട് ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകളോടും ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്നോടൊക്കെ ആര് വന്ന് എന്തെങ്കിലും ഒരു നല്ല സോഫ്റ്റായിട്ട് സംസാരിച്ചാൽ പോലും ഞാൻ പെട്ടെന്ന് അതാ ചിന്തിക്കുന്നത്. എന്നോട് പറയുന്ന അതേ രീതിയിലായിരിക്കും മറ്റുള്ളവരും പറയുന്നത്. ഇത്രയും വൃത്തികെട്ടവനാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, അവളും വളരെ ചെറുതാണ്. അവളും അതാണ് പറയുന്നത്, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷേ അവൾ പെൺകുട്ടിയായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇഷ്ടമായിരിക്കാം, ഭയങ്കര ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് പറയുന്നതായിരിക്കും. അപ്പം കേൾക്കുമ്പോഴാണെങ്കിൽ എനിക്ക് തോന്നും, ഞാൻ പബ്ലിക്കിൽ എന്തൊരു ബാഡ് മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടോ? ഞാൻ തന്നെ എൻ്റെ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത്, കാരണം എനിക്ക് ചിരിക്കാനും പിന്നെ അതെനിക്ക് കാണാനും ഒക്കെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചിരി സഹിക്കാൻ പറ്റാത്തതൊക്കെയാണ് ഞാൻ പബ്ലിക്കിലോട്ട് പോസ്റ്റ് ഇടുന്നത്. അപ്പം ഇവിടെ അങ്ങനെ അത്ര ഇടുന്നില്ല. ഇവിടെ ഞാൻ ഈ പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. കാരണം ഇവിടെ മെച്ചൂർഡായിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ ചെയ്യുന്ന കോപ്രായങ്ങളൊക്കെ. ഇന്നലെ ഒരു പാട്ട് കൂടി ഇങ്ങനെയൊക്കെ ഇന്നലെ ഒരു പാട്ടിനകത്ത് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല, ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ നല്ലതായിട്ട് ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ അതങ്ങനെ മേലോട്ട് കയറിപ്പോയില്ല. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പാട്ടുകളെല്ലാം കയറി നല്ല മില്യൺ കണക്ക് വ്യൂസിൽ വന്നു. അത് കുഴപ്പമില്ലാതെ പോയി. അപ്പോഴതിൻ്റെ ഇടയിൽ കൂടാണ് ഈ ചെക്കൻ വന്നിരുന്നുകൊണ്ട് ഇത് തന്നെ തിരിച്ചും മറിച്ചും പറയുന്നത്. പക്ഷേ അവനെയെല്ലാം നമുക്ക് പബ്ലിക്കിൽ ചിലരൊക്കെ ആണെങ്കിൽ റീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഒന്നി പോയി കേസ് കൊടുക്കും, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, എടുത്തു വെച്ച് റീൽ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം അവരുടെ റീച്ചിന് വേണ്ടി. ഞാൻ അങ്ങനെ ചെയ്യാനാണെങ്കിൽ 100 കണക്ക് എനിക്കത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഇഷ്ടം പോലെ കിട്ടും. അപ്പം നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ചെറിയ കുട്ടിയല്ലേ, അവൻ്റെ ഒരു ഏജിലുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഈ ഏജിലുള്ളത് ചെയ്യുന്നു. ഒരു 19-60 വയസ്സാകുമ്പോൾ ഞാനിത് ചെയ്യത്തില്ല. എനിക്ക് തന്നെ അയ്യോ ഞാൻ ഈ ചെയ്യുന്ന കോമാളിത്തരമല്ലേ എന്ന് തോന്നും. ഇന്ന് ഞാൻ ചെയ്യുന്നത് എനിക്ക് പല കാര്യങ്ങളും എനിക്കങ്ങനെ കോമാളിത്തരമായിട്ട് തോന്നുന്നില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് കോമാളിത്തരം ചെയ്യുന്നുണ്ടെന്നൊക്കെ. പക്ഷെ ഞാനതെൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ പാർട്ടായിട്ട് കണ്ടാണ് ഓരോന്നും ചെയ്യുന്നത്.
അപ്പോൾ ഓരോ ഏജിൽ ആ കുട്ടിയുടെ ഏജിൽ, പക്ഷെ അവൻ ഈ ഒരു ഏജിൽ എന്നെപ്പോലെ ഒരു സ്ത്രീയോട്, അവൻ്റെ അമ്മയുടെ ഏജുണ്ട്, സ്ത്രീയോട് ഒരു പ്രേമം തോന്നുന്നു, ജീവിക്കണം, അവൻ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ദൈവം ജീവിക്കുവാന്നെ നിന്നോട് നിന്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. എന്തോത്തിന് ഞാൻ അന്ന് അപ്പോഴും തൊട്ടാലേക്ക് ഇവന് ഭ്രാന്താണോ, ഇവനെന്താണ് എന്താണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ലാതിരിക്കുന്നത്? ഒരു സ്ത്രീയോട് നമുക്ക് ഇഷ്ടം തോന്നുമ്പം അങ്ങനെ പറയണ ഒരു ചെറിയ കുട്ടിയോട്, ഇപ്പോൾ ഒരു 10 12 വയസ്സുള്ള കുട്ടിയോട് അങ്ങനെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവൾ അംഗീകരിച്ച് ചിലപ്പോൾ നല്ല ലവ് ചെയ്ത് ലോങ് ലൈഫ് ഒരു റിലേഷൻ അങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മെച്ചൂർഡായ സ്ത്രീയായ എന്നോട് വന്ന് ഈ ചെക്കൻ പ്രേമമാണ്, നിൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ മൈൻഡിലുള്ള, അവൻ എന്താണ് ചിന്തിക്കുന്നത്? അവന് ഒട്ടും ചിന്തയില്ലയോ? കാരണം ജീവിക്കാൻ പറ്റത്തില്ല, ലോങ് ലൈഫ് ഇല്ല എന്നുള്ള ചിന്തിക്കാൻ ഒരു കഴിവ് പോലും ആ കുട്ടിക്കില്ല. മീശ പോലും പിടിച്ചിട്ടില്ല. എനിക്ക് അവനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പിക്കെല്ലാം എടുത്തിട്ട് അതിനകത്തെല്ലാം പേരടിച്ച് വെച്ച് അവനെ എൻ്റെയും പേരടിച്ച്, ഇത് ഞാൻ പണ്ട് പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആളുടെ പേരെഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്ലെയിം കളിക്കുമായിരുന്നു. ഫ്ലെയിം അറിയാത്തുള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ, എഫ് ഉള്ളത് ഫ്ലെയിം എന്ന് പറയുന്ന സാധനം കളിക്കാനായിട്ട്, അത് കളിക്കുന്നതായിരുന്നു എനിക്ക് ജോലി. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവൻ്റെ എൻ്റെയും പേര് ചേർത്ത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു വയസ്സിൻ്റെയാണ്. ഇന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനാ അവനെയൊക്കെ പോയി പ്രേമിച്ചതെന്ന് തോന്നും. അത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു എന്താ പറയുന്നത് ഒരു സംഭവമാണ് ഈ പ്രേമം എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. അത് അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പം നമുക്ക് മനസ്സിലാവും, ഒരു വയസ്സിൽ അതങ്ങനെ നടന്നു പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം. താങ്ക് യു.